ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായ ഇരവികുളം നാഷണൽ പാർക്കിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കയ്യിൽ കരുതിയിരുന്ന ഉച്ചഭക്ഷണവും കഴിച്ചാണ് ഞങ്ങൾ ഉദ്യാനത്തിലേക്ക് കയറിയത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് മിനി ബസ്സിലാണ് മുകളിലേക്കുള്ള യാത്ര. രാജമല വരെയാണ് യാത്ര. റെസ്റ്റോറന്റും വാഷ്റൂം ഫെസിലിറ്റീസും എല്ലാം ഇവിടെയുണ്ട്. അവരുടെ ബസ്സിലാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ, മലനിരകൾക്ക് മുകളിൽ ചാർത്തിയ വെള്ളിയാഭരണങ്ങൾ പോലെ ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ, കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന മൂന്നാറിന്റെ കാഴ്ചകൾ. ഏകദേശം 15 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ മുകളിലെത്തും. പിന്നെ നടന്നാണ് കയറേണ്ടത്. പ്രായമായവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമായി ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെയുണ്ട്. സീനിക് ബ്യൂട്ടി എങ്ങനെയുണ്ട്? ക്യാൻവാസിൽ കോറിയിട്ട ചിത്രം പോലെയില്ലേ? മൂന്നാറിനടുത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന കേന്ദ്രമാണ് ഇത്. വംശനാശം നേരിടുന്ന വരയാട്, നീലഗിരി താർ, അതിനെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംരക്ഷിത മേഖലയാണിത്. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ സംരക്ഷണ മേഖലയ്ക്ക്. ധാരാളം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാം ഇവിടെ. ദേ വരുന്നുണ്ട് ഒരാൾ. തമിഴ്നാട്ടിലെ ഔദ്യോഗിക മൃഗം കൂടിയാണ് വരയാട്. പൊതുവെ മനുഷ്യരുടെ അടുത്തേക്ക് വരുന്നതിൽ മടി കാണിക്കാത്തവയാണ് രാജമലയിലെ വരയാടുകൾ. ഇവയുടെ പ്രജനനകാലമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ ഉദ്യാനം അടച്ചിടും. പാർക്ക് കണ്ടുതീരാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ മതി. പക്ഷെ എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം. ബസ്സുകൾ എപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടത്തെ കാലാവസ്ഥയും കാഴ്ചകളും ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഇതുവരെയേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുറച്ചു സമയം വിശ്രമിച്ച ശേഷം തിരിച്ചു പോവാം. ഹിയർ ഈസ് ദ ലിമിറ്റ്. പ്രവേശനം ഇതുവരെ. പലതരം സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ പുഷ്പിക്കൽ സമയത്ത് ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് സന്ദർശകരുടെ പ്രവാഹമായിരിക്കും. ചെടിക്കും പുഷ്പങ്ങൾക്കും കേടുപറ്റാതിരിക്കാനായി പ്രത്യേക നടപടികൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. മിക്ക ചെടികളുടെയും പേരും അത് പുഷ്പിക്കുന്നതും കായ്ക്കുന്നതുമായ സമയങ്ങളും ഇവിടെ എഴുതിയൊട്ടിച്ചിട്ടുണ്ട്. ചിലതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലത് നമുക്കറിയില്ല. ഈ കായ കഴിക്കാൻ പറ്റുമെന്ന് ചിലർ പറയുന്നത് കേട്ടു. പരീക്ഷിച്ചില്ല. അധികവും വീഡിയോസ് എല്ലാം എടുത്തത് തിരിച്ചു വരുമ്പോഴാണ്. 4 മണിയാണ് എക്സിറ്റ് ടൈം. ആർക്കും ഈ ഉദ്യാനത്തിലേക്ക് വരാം. വളരെ സേഫാണ് യാത്ര. തിരികെ പോവാനുള്ള ബസ്സിനായുള്ള കാത്തിരിപ്പാണ്. ഈ ബസ്സിൽ എന്തായാലും പറ്റില്ല. ആ ബസ്സിൽ കയറാൻ സാധിക്കാത്തത് ഗുണമായി. കോടമഞ്ഞ് വാരി വിതറുന്ന സുഖകരമായ തണുപ്പ് അനുഭവിക്കാനുള്ള യോഗം കിട്ടി. പതുക്കെ പെയ്തിറങ്ങുന്ന കോടമഞ്ഞ്, കാറ്റിനൊപ്പം ഒഴുകുന്ന മഞ്ഞിന്റെ മൃദുലമായ തിരകൾ, പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലനിരകൾക്കുമേൽ പതുക്കെ ഇറങ്ങുന്ന കോടമഞ്ഞ് വൃക്ഷങ്ങളെയും വഴികളെയും ഒരുപോലെ മൂടിയെടുക്കുന്നു. ഈ കാഴ്ചകളെല്ലാം ആത്മാവിനെ തണുപ്പിക്കുന്ന ഒരു പ്രകൃതി സംഗീതം പോലുണ്ട്. കോടമഞ്ഞിന്റെ വിസ്മയകരമായ കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ ബസ് വന്നു. നമ്മൾ തിരികെ മലയിറങ്ങുകയായി. പുൽമേടുകളും ചോലവനങ്ങളും ഇഴയിടുന്ന ഭൂപ്രകൃതി. 97 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന അപൂർവ ജൈവ മേഖല. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ പ്രകൃതിയുടെ ഭംഗിയെയും മനുഷ്യന്റെ പരിശ്രമത്തെയും ഒരുമിപ്പിക്കുന്ന അതുല്യ ദൃശ്യമാണെന്ന് പറയാതെ വയ്യ. കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന സൗന്ദര്യമാണ് ഇത്. ഈ ബസ്സുകളാണ് രാജമലയ്ക്ക് ട്രിപ്പ് അടിക്കുന്നത്. ഇന്ന് തിരക്ക് കുറവായതിനാൽ മിക്കതും ഇവിടെ കാണാം. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ എൻട്രൻസ്. നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുന്നുണ്ടോ എന്നറിയാൻ അവിടെയുള്ളൊരു ചായക്കടയിൽ കയറി. ചെറിയൊരു വിശപ്പും ഉണ്ടായിരുന്നു. പാതയോരത്ത് പരന്നു കിടക്കുന്ന തേയില നിരകളുടെ സൗന്ദര്യം കൺകുളിർക്കെ കണ്ട് കടുപ്പത്തിലൊരു ചായയും ആസ്വദിച്ച് അവിടെ അങ്ങനെ നിന്നു. ഈ യാത്ര മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണെന്ന് പറയാം. ചായയും കടിയുമെല്ലാം ആസ്വദിച്ച് നേരെ പോയത് നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക്. എല്ലാവരും ഒന്ന് ഫ്രഷായി കൊച്ചു വർത്തമാനവും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.